Okay, next discuss ചെയ്യാനായിട്ട് പോകുന്നത് types of memory. Memory is the most essential element of a computing system because without it, computer cannot perform simple task. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ് മെമ്മറി. അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ കമ്പ്യൂട്ടർ മെമ്മറി ഈസ് ഓഫ് ടു ബേസിക് ടൈപ്പ്: പ്രൈമറി മെമ്മറി റാം ആൻഡ് റോം, ആൻഡ് സെക്കൻഡറി മെമ്മറി ഹാർഡ് ഡ്രൈവ്, CD, എക്സെട്ര. അപ്പോൾ രണ്ട് ടൈപ്പ് മെമ്മറി മെയിൻലി നമുക്ക് പറയാം: പ്രൈമറി മെമ്മറിയും അതേപോലെ തന്നെ സെക്കൻഡറി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി ഈസ് പ്രൈമറി വോളറ്റൈൽ മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി ഈസ് പ്രൈമറി നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പോൾ മെമ്മറിയുടെ മറ്റൊരു കാറ്റഗറൈസേഷനാണ് വോളറ്റൈൽ മെമ്മറിയും നോൺ വോളറ്റൈൽ മെമ്മറിയും. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കിപ്പം നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്കത് നഷ്ടപ്പെടാനുമുള്ള ചാൻസ് ഉണ്ട്. മീൻസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ പവർ സപ്ലൈ എത്ര നേരം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അത്രയും ടൈം ആ ഡേറ്റ അതിൽ കാണും. അതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി പവർ സപ്ലൈ പോവുകയാണെങ്കിൽ വോളറ്റൈൽ മെമ്മറിയുടെ കണ്ടൻസ് നമുക്ക് നഷ്ടപ്പെടാം. അതേപോലെ തന്നെ നോൺ വോളറ്റൈൽ മെമ്മറി ഉണ്ട്. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ പവർ പോയി കഴിഞ്ഞാലും അതിൽ തന്നെ അവൈലബിൾ ആയിരിക്കാം. അതായത് നമുക്ക് റോം, റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ റോമിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് പവർ അതിനകത്ത് കൊടുക്കുമ്പോൾ അത് സ്റ്റോറായി പിന്നീട് പവർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് സിസ്റ്റം ഓണാക്കിയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും ആ ഡേറ്റ അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നഷ്ടപ്പെടില്ല. അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പവർ കൊടുക്കുന്ന അത്രയും ടൈം മാത്രമേ അതിൽ ഡേറ്റ സ്റ്റോർ ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് പവർ ഫെയിലിയർ വരികയോ അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ നമുക്ക് നഷ്ടപ്പെടും. അപ്പം റാം അതിനൊരു എക്സാമ്പിളാണ്, റാൻഡം ആക്സസ് മെമ്മറി. ഇവിടെ ടൈപ്സ് ഓഫ് മെമ്മറി റാം ദെൻ റോം രണ്ട് രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റാമിന് തന്നെ എഗെയിൻ SRAM, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. റോമിന് ഇ റോം, സ്ക്വയർ റോം അല്ലെങ്കിൽ റോം. അപ്പോൾ പ്രോഗ്രാമബിൾ റോം അതാണ് PROM എന്ന് പറയുന്നത്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ് EEPROM. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ് EEPROM എന്ന് പറയും. First, random access memory, RAM. The term RAM is short for random access memory. The RAM is where the data the computer is working on is stored while the computer is running. കമ്പ്യൂട്ടർ നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ ആ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് റാമിലായിരിക്കും. റാൻഡം ആക്സസ് മെമ്മറി. ആക്ച്വലി ദ പ്രോഗ്രാം ഈസ് ഓൾസോ ലോഡഡ് ഇൻ ടു റാം ബിഫോർ ബീയിങ് എക്സിക്യൂട്ടഡ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ റാമിൽ എടുത്തു വെച്ചെങ്കിൽ മാത്രമേ ആ ഒരു എക്സിക്യൂഷൻ നമുക്ക് നടത്തുവാനായിട്ട് പറ്റുകയുള്ളൂ. റാമിൻ്റെ സ്പേസ് വളരെ കുറവാണ്, അതേപോലെ നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്നുള്ള ഡേറ്റ റാമിലേക്ക് കൊണ്ടുവരികയും, അതായത് സെക്കൻഡറി മെമ്മറി കുറച്ചും കൂടെ ഇൻഎക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റാമിലേക്ക് കൊണ്ടുവരികയും ആവശ്യമില്ലാത്ത സമയത്ത് അത് സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് റണ്ണിങ് ടൈം എന്നാണ് അതിന് പറയുക, റണ്ണിങ് ടൈം അല്ലെങ്കിൽ ഡൈനാമിക് എക്സിക്യൂഷൻ, ആ എക്സിക്യൂഷൻ ടൈമിൽ മാത്രമാണ് ആ ഡേറ്റ റാമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏതാണോ അത് നമുക്ക് റാമിലേക്ക് കൊണ്ടുവരാം. Thus, both program and data is stored in RAM while the program is being executed. അപ്പോൾ നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ ടൈമിൽ, ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പ്രോഗ്രാമും ഡേറ്റയും റാമിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു റാമാണ് അവിടെ ഡയഗ്രത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ചെറിയ ചെറിയ ചിപ്പുകൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാർഡ് ടൈപ്പാണ്. അത് നമ്മൾ ആ ഒരു സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത് ആ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
The RAM is typically cleared whenever the computer is reset or shut down. കമ്പ്യൂട്ടർ നമ്മൾ റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് റാം ഫുള്ളി ക്ലിയർ ചെയ്യും. അതിനകത്ത് കണ്ടൻസ് ഡേറ്റയോ ഇൻസ്ട്രക്ഷനോ ഒന്നും തന്നെ അതിൽ കാണില്ല. Thus, the data stored in RAM does not survive computer restarts. അപ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ആ റാമിനകത്ത് ഡേറ്റ ഒന്നും കാണില്ല. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DRAM ഡൈനാമിക് റാമുണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റിക് റാമുണ്ട്. Dynamic RAM consisted of tiny capacitors that leak electricity. Construct a circuit similar to D flip-flop. ഇവിടെ നമുക്കൊരു ടൈനി കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടാണ് DRAM കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ SRAM ആണെന്നുണ്ടെങ്കിൽ D ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചെറിയ ലീക്കേജ് കൂടി അവിടെ ആ ഒരു ടൈനി കപ്പാസിറ്റേഴ്സിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നമ്മൾ റീചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. It requires a recharge every few milliseconds to maintain its data. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ലീക്കേജ് ഉള്ളത് കൊണ്ട് എവറി ടൈം അല്ലെങ്കിൽ എവറി ഫ്യൂ മില്ലി സെക്കൻഡ്സിൽ നമ്മളത് റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. SRAM ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പവർ സപ്ലൈ എത്ര നേരമുണ്ടോ അതുവരെ അത് അവൈലബിൾ ആയിരിക്കും. ഹോൾഡ്സ് ഇറ്റ്സ് കണ്ടൻസ് ആസ് ലോങ് ആസ് ദ പവർ ഈസ് അവൈലബിൾ. Then DRAM ഈസ് ഇൻഎക്സ്പെൻസീവ്, SRAM ഈസ് എക്സ്പെൻസീവ്. റാം പൊതുവേ എക്സ്പെൻസീവ് ആണ്. അതിൽ കുറച്ച് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഡൈനാമിക് റാം ആണ് അല്ലെങ്കിൽ DRAM ആണ്. Then it is slower than SRAM. Then faster than DRAM. SRAM is faster than DRAM. Can store many bits per chip. Cannot store many bits per chip. DRAM uses only less power. SRAM uses more power. It generates less heat and SRAM generates more heat. Used for main memory, used for cache memory. അപ്പോൾ ആ ഒരു മെയിൻ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് DRAM യൂസ് ചെയ്യുന്നത്. ക്യാഷ് മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് SRAM യൂസ് ചെയ്യുന്നത്. Then ROM, read-only memory. It stores crucial information essential to operate the system, like the program essential to boot the computer. അപ്പോൾ നമുക്ക് ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ROM എന്ന് പറയുന്നത്. നമുക്ക് പ്രോഗ്രാം അത് കമ്പ്യൂട്ടർ നമുക്ക് ബൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാനതിന് വേണ്ടിയിട്ട് അതിനെ സ്റ്റാർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ROM-ലാണ് പൊതുവെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. Then it is non-volatile. Always retains its data. ഇപ്പോൾ നോൺ വോളറ്റൈൽ ആണ്. പവർ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അതിൻ്റെ കണ്ടന്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല. Used in embedded systems or where the programming needs no change. നമുക്ക് എംബഡഡ് സിസ്റ്റത്തിനും അതേപോലെ തന്നെ മറ്റ് ചേഞ്ചുകൾ പ്രോഗ്രാമിങ്ങിന് ചേഞ്ചുകളൊന്നും വേണ്ട സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യാം. എംബഡഡ് സിസ്റ്റം മീൻസ് ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ മറ്റു നമ്മുടെ ഓട്ടോമാറ്റിക് കാറ് ഇതിനകത്തെല്ലാം നമ്മൾ ചിപ്പിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കാറുണ്ട് ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. നമ്മുടെ മൊബൈൽ ഫോണും ഒരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. വാഷിംഗ് മെഷീനിലൊക്കെ നമുക്ക് പല മോഡിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയെല്ലാം ഈ ഒരു ROM ആണ് അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറിയാണ് യൂസ് ചെയ്യുക. Used in calculators and other peripheral devices. ROM is further classified into 4 types: ROM, PROM, EEPROM, and ESCAR-PROM. PROM means programmable read-only memory. It can be programmed by the user. അത് യൂസറിന് അത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ് PROM എന്ന് പറയുന്നത്. Once programmed, data and instruction in it cannot be changed. ഒരിക്കലും നമ്മളത് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. EEPROM, erasable programmable read-only memory. It can be reprogrammed. നമ്മൾ ഒരിക്കൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അതിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. To erase data from it, expose it to ultraviolet light. അല്ലെ, UV ലൈറ്റിൽ അത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് നമുക്ക് എറേസ് ചെയ്യാനായിട്ട് പറ്റും. To reprogram it, erase all the previous data. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഡേറ്റ എല്ലാം നമ്മൾ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ UV ലൈറ്റ് യൂസ് ചെയ്ത് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. Then ESCAR-PROM or electrically erasable programmable read-only memory. The data can be erased by applying electric field. നേരത്തെ നമ്മൾ UV ലൈറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ എറേസ് ചെയ്യാം. No need of ultraviolet light. We can erase only portions of the chip. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ളി എറേസ് ചെയ്യേണ്ട അതിനകത്ത് നമുക്ക് വേണ്ടുന്ന പോർഷൻ ഏതാണ് അതിവിടെ എറേസ് ചെയ്യാനായിട്ട് പറ്റും. Hard disk is a device that can store data and have the data survive power of and resets of the computer.
Data stored on a hard disk can be read at a later point, no matter how long time the computer has been provided that the computer and hard disk is still working at the time it is again powered on. നമുക്ക് ഹാർഡ് ഡിസ്കിലാണ് സാധനം നമ്മൾ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പവർ ഓഫ് ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താലും ഒക്കെ അതിൻ്റെ ഡേറ്റ ഒരിക്കലും നഷ്ടപ്പെടില്ല. അതിനകത്ത് എപ്പോഴാണോ നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ ഓൺ ചെയ്യുന്നത്, ആ ടൈമിൽ നമുക്ക് ആ ഡേറ്റ വീണ്ടും അവൈലബിൾ ആയിരിക്കും. അതായത് അതിനകത്ത് ഡേറ്റ ഒന്നും നഷ്ടപ്പെടില്ല. ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The hard disk is where you normally store your documents and files. സാധാരണ രീതിയിൽ നമ്മുടെ ഡോക്യുമെന്റ്സും അതേപോലെ ഫയൽസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഹാർഡ് ഡിസ്ക്. It is also on the hard disk that the computer's operating system is stored and where the programs you have installed on the computer are stored. നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസോ അല്ലെങ്കിൽ ലിനക്സോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ തന്നെയായിരിക്കും സ്റ്റോർ ആകുന്നത്. അതേപോലെ തന്നെയാണ് മറ്റു പ്രോഗ്രാമുകൾ നമ്മൾ ഏത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും അത് ഹാർഡ് ഡിസ്കിലാണ് പോയിട്ട് സ്റ്റോർ ആകും. The hard disk is also where your own programs are stored. When the computer is told to execute a program, it loads the program from the hard disk into RAM and executes it from there. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ ഹാർഡ് ഡിസ്ക് അതായത് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് അതിനെ ലോഡ് ചെയ്യുകയും അവിടെ നിന്നാണ് അത് എക്സിക്യൂഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രോസസ്സിങ് ചെയ്യുന്നത്. പ്രോഗ്രാംസ് ക്യാൻ ഓൾസോ റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ടു ദ ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നമുക്ക് പ്രോഗ്രാം റീഡ് ചെയ്യുകയും അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസ് അതിലേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യും. റൈറ്റ് ചെയ്യാൻ മീൻസ് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, സേവ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ് ദ പ്രോഗ്രാം മൈക്രോസോഫ്റ്റ് വേർഡ് ക്യാൻ ബി റീഡ് ആൻഡ് റൈറ്റ് വേർഡ് ഡോക്യുമെന്റ്സ് ഫ്രം ആൻഡ് ടു ദ ഹാർഡ് ഡിസ്ക്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. പിന്നീട് സേവ് ചെയ്ത കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. വെച്ചിട്ട് മറ്റൊരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് അതിൻ്റെ ഒരു ഹെഡാണ്. ഹെഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിനകത്തുള്ള കണ്ടന്റ്സ് നമ്മൾ റീഡ് ചെയ്യുന്നത്. Input output devices. An input device sends information to a computer system for processing and an output device reproduces or displays the result of that processing. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പറഞ്ഞതാണ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ അല്ലാതെ സെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം അത് റിസൾട്ടിന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസസ് only allow for input of data to the computer. Devices are only input device or output devices as they can only accept data from a user or output data generated by a computer. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒന്നെങ്കിൽ അത് ഡിവൈസുകൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടോ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ എന്നിരുന്നാലും ചില കേസിൽ നമുക്ക് IO ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പല ഡിവൈസുകളും നമുക്ക് അവൈലബിൾ ആണ്. Some devices can accept input and display output and they are referred to as IO devices or input output devices. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് അവൈലബിൾ ആണ്. അത് കൂടാതെ IO ഡിവൈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഡിവൈസുകളും അവൈലബിൾ ആണ്. An input device can send data to another device, but it cannot receive data from another device. മറ്റുള്ള ഡിവൈസിലേക്ക് അതിന് ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസിൽ നിന്ന് ചിലപ്പോൾ അതിന് ഡേറ്റ റിസീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. എക്സാമ്പിൾ ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആ കീബോർഡ് ആൻഡ് മൗസ്, മൈക്രോഫോൺ, വെബ് ക്യാം, എക്സെട്ര. ഇറ്റ് accepts input from a user and sends that data to the computer. They cannot accept or reproduce information from the computer. അതിന് വൺ സൈഡ് അല്ലെങ്കിൽ വൺ വേ മാത്രമേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അതിന് യൂസറിൽ നിന്ന് ഇൻപുട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിന് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടോ പറ്റില്ല. ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ള ഡിവൈസിലാണ്, പക്ഷേ ആ കമ്പ്യൂട്ടറിനകത്തേക്ക് അതിന് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ അതിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. And microphone receives sound generated by an input source and sends that sound to a computer. അപ്പോൾ ആ ഒരു ഇൻപുട്ട് സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത സൗണ്ട് അതിന് റിസീവ് ചെയ്യാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മൈക്ക്. പിന്നീട് ആ ഡേറ്റ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് സെൻഡ് ചെയ്യും ആ സൗണ്ട്. വെബ്കാം ഇറ്റ് റിസീവ്സ് ഇമേജസ് ജനറേറ്റഡ് ബൈ വാട്ട് എവർ ഇറ്റ് ഈസ് പോയിന്റഡ്
sends those images to a computer. Webcam images receive ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. An output device can receive data from another device and generate output with that data, but it cannot send data to another device. Examples of output device include the following: monitor, projector, speakers, etc. Monitor, screen. Yeah, നമ്മൾ കാണുന്ന ഒരു സ്ക്രീനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. It receives data from a computer, means output, and displays that information as text and images for users to view. It cannot accept data from a user and send that data to another device. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, മറ്റുള്ള ഡിവൈസിലേക്ക് അതിനെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡേറ്റയാണത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ അക്സെപ്റ്റ് ചെയ്ത ഡേറ്റ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇമേജസ് ആയിട്ടോ നമുക്ക് യൂസറിന് കാണാവുന്ന രീതിയിൽ അത് സെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. Then projector receives data from a computer and displays or projects that information as text and images on the surface like a wall or a screen. അപ്പോൾ നമുക്കൊരു സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഒരു വോളിലേക്ക് നമ്മൾ റിസീവ് ചെയ്ത ഡേറ്റ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. It cannot accept data from a user and send that data to another device. യൂസറിൽ നിന്ന് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതേപോലെ തന്നെ മറ്റുള്ള ഡിവൈസിലേക്ക് ഇതിന് സെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. Speaker, it receives sound data from a computer and plays that sound for users to hear. സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് കമ്പ്യൂട്ടറിൽ നിന്നുള്ള സൗണ്ട് റിസീവ് ചെയ്യുകയും അതിനെ മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു സോങ് കേൾക്കുകയാണ്, പാട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസറിന് കേൾക്കാവുന്ന രീതിയിൽ അത് പ്ലേ ചെയ്യുക. Then it cannot accept sound generated by users and send that sound to another device. ഇനിയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ടും ഒരേപോലെ വർക്ക് ചെയ്യാൻ കുറേ ഡിവൈസസുകളുണ്ട്, അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. An input output device can receive data from users or another device and send data to another device. റിസീവ് ചെയ്യാനും അതേ സമയത്ത് തന്നെ അത് മറ്റുള്ള ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യാനും പറ്റുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. CD read write drive and DVD read write drive receives data from a computer input to copy onto a writable CD or DVD. Also, the drive sends data contained on a CD or DVD to a computer. അപ്പോൾ അത് റിസീവ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ഡിവൈസിലേക്ക് അത് പാസ് ചെയ്യാനും ഉള്ള പ്രോപ്പർട്ടിയാണ് ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. CD ഡ്രൈവ് റീഡ് റൈറ്റ് ആയിട്ടുള്ളതും അതേപോലെ DVD ഡ്രൈവ് ഉണ്ട്, റീഡും ചെയ്യാം അതിനകത്ത് റൈറ്റും ചെയ്യാം. റീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻസ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുക, ആക്സസ് ചെയ്യുക. അതേപോലെ റൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കണ്ടന്റ് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക. Then USB flash drive receives or saves data from a computer input. Also, the drive sends data to a computer or another device. അപ്പോൾ അത് USB ഫ്ലാഷ് ഡ്രൈവിനും അതേപോലെ തന്നെ റിസീവ് ചെയ്യുകയും അതേപോലെ മറ്റുള്ള ഡിവൈസിലേക്ക് അത് പാസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അപ്പോൾ ആദ്യം നമുക്ക് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡേറ്റയുടെ ആ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഈസ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് എനേബിൾ ദ യൂസർ ടു ഇന്ററാക്ട് വിത്ത് എ കമ്പ്യൂട്ടർ, ഇറ്റ്സ് ഹാർഡ്വെയർ ഓർ പെർഫോം ടാസ്ക്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻ്റെ ഒരു കളക്ഷനാണ്. നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ആ ഒരു കളക്ഷൻ, ആ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ അതിന് നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയാം, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വിതൗട്ട് സോഫ്റ്റ്വെയർ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് would be useless. For example, without your internet browser software, you could not surf the internet. അല്ല, അപ്പോൾ നമുക്ക് ഒരു ബ്രൗസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ആക്സസിബിൾ അല്ലായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ വിതൗട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ബ്രൗസർ could not run on your computer. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിലും ആ ബ്രൗസറിനെ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അതിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. There are two types of software, system software and application software. ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇവിടെ അവൈലബിൾ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, എക്സെട്ര. അപ്പോൾ സിസ്റ്റം
റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, ഇതൊക്കെ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആ റെയിൽവേസ്, റിസർവേഷൻ സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് സോഫ്റ്റ്വെയർ, MS Word, MS PowerPoint, എക്സെട്ര. നമുക്ക് ആപ്ലിക്കേഷൻ ലെയർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം. അപ്പോൾ നമുക്ക് റെയിൽവേയിൽ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ വേർഡ്, PowerPoint, പെയിൻറ്റ്, ഇതെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. വേണ്ടി ഒരു വിൻഡോസ്, ലിനക്സ്, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർസാണ്. MS ഓഫീസ്, അതർ ഫോട്ടോഷോപ്പ്, വർക്കിംഗ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, എല്ലാം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് എക്സാമ്പിളാണ്. System software includes the programs that are dedicated to manage the computer itself, such as operating system and disk operating system. അപ്പോൾ സിസ്റ്റത്തിൽ തന്നെ ഓപ്പറേറ്റ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ, അതിൻ്റെ ഓപ്പറേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ തന്നെ യൂസ് ചെയ്യുന്ന, കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, DOS, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. System software is a software that provides platform to other softwares. അല്ല, മറ്റുള്ള സോഫ്റ്റ്വെയർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. Some examples can be operating systems, antivirus software, disk formatting software, computer language translators, etc. These are commonly prepared by the computer manufacturers. These softwares consist of programs written in low-level languages used to interact with hardware at a very basic level. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജസ് ആണ് അതിനകത്ത് ആ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് കൂടുതലും റിലേറ്റഡ് ആയിരിക്കും, ഹാർഡ്വെയർ ലാംഗ്വേജ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്കത് ആക്സസിബിൾ ആണ്, പക്ഷേ എങ്കിൽ തന്നെയും കുറച്ചും കൂടെ മെഷീൻ ആയിരിക്കും അത് ഈസി ആയിട്ട് തോന്നുക, നമുക്കത് ഡിഫിക്കൽട്ടായിട്ട് വരും. System software serves as an interface between the hardware and end users. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാർഡ്വെയർ ഫിസിക്കലായിട്ടുള്ള കമ്പോണൻസും അത് യൂസ് ചെയ്യുന്നവരെയാണ്, ആ പ്രോഗ്രാം യൂസ് ചെയ്യുന്നവരെയാണ് എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്, യൂസർ അല്ലേ. അപ്പോൾ ആ ഒരു ATM നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ യൂസർ എന്ന് പറയുന്നത് നമ്മളായിരിക്കും. ആ ATM വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്ന ആളിനെ നമുക്ക് പ്രോഗ്രാമർ എന്ന് പറയാം. അപ്പോൾ പ്രോഗ്രാമറും അതേപോലെ തന്നെ യൂസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ATM നമ്മൾ പറഞ്ഞ കേസിൽ അതിനകത്ത് ആ ഹാർഡ്വെയർ യൂണിറ്റ്, അതായത് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഡിവൈസ്. അപ്പോൾ ആ ഹാർഡ്വെയറും എൻഡ് യൂസറും തമ്മിലുള്ള ഇന്റർഫേസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. The most important features of system software include closeness to the system, fast speed, difficult to manipulate, written in low-level language, difficult to design. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്ന് നമുക്ക് പറയാം ഷോർട്ട് ഫോമിൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും അതേപോലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കോമൺ സർവീസസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. OS access a link between software and hardware. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോമൺ സർവീസിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതൊരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നതാണ്. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കീപ്സ് എ റെക്കോർഡ് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് all other programs that are present in the computer, including application programs and other system software. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതെല്ലാം ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പറേഷൻസ് എല്ലാം തന്നെ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. Then compiler is a software that translates the code written in one language to some other language without changing the meaning of the program. അപ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു കോഡിനെ മറ്റൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. ആക്ച്വലി അതിൻ്റെ മീനിങ് ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാതെയാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത്. The compiler is also said to make the target code efficient and optimized in terms of time and space. ഇപ്പോൾ കമ്പൈലറിൻ്റെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഉള്ളത്
അതിന് ടൈമും അതേപോലെ തന്നെ സ്പേസും ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു. അതിനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോഡായിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ് കമ്പൈലർ ചെയ്യുന്നത്. മീൻസ് കൂടുതലും അത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ആണ് അത് ചെയ്യുക. A compiler performs almost all of the following operations during compilation: pre-processing, lexical analysis, parsing, semantic analysis, conversion of input programs to an intermediate representation, code optimization, code generation. അപ്പോൾ അതിനെ കുറച്ച് ടൈംസ് വരുന്നുണ്ട്, നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം അത് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് പ്രീ പ്രോസസ്സിങ്, നമ്മൾ പ്രോഗ്രാമിന് നേരത്തെ തന്നെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിൽ ചെയ്തു വയ്ക്കുന്നു. പിന്നീട് അതിനകത്ത് ലെക്സിക്കൽ അനാലിസിസും പാഴ്സിങ്ങും അതിൻ്റെ മീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമാൻറ്റിക് അനാലിസിസും അല്ലെങ്കിൽ സിൻടാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ, ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതിന് നമുക്ക് മെഷീനെ കുറച്ചും കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് വെക്കുകയാണ് ആ ഒരു കമ്പൈലർ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് കമ്പൈലർ may include GCC, C കമ്പൈലർ, G++, C++ compiler, Java compiler, etc. Then interpreter is a computer program that directly executes, that it performs instructions written in a programming language or scripting language. അപ്പോൾ ഇൻ്റർപ്രറ്റർ കമ്പൈലർ ചെയ്തതുപോലെ തന്നെയാണ് അതും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Interpreter do not require the program to be previously compiled into a machine language program. ഇപ്പോൾ കമ്പൈലർ ആണെങ്കിലും നേരത്തെ തന്നെ നമ്മളത് കമ്പൈൽ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ, പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻ്റർപ്രറ്ററിന് അങ്ങനെ ഒരു കൺവേർഷൻ, ഒരു കമ്പൈലേഷൻ അത് ചെയ്യേണ്ട ആവശ്യം വരുന്നതാണ്. An interpreter translates high-level instructions into an intermediate form which is then executes. അപ്പോൾ ഒരു ഹൈ ലെവൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിനെയാണ് ഹൈ ലെവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് മനസ്സിലാകുന്ന കുറച്ചും ഈസി ആയിട്ടുള്ള ലെവലാണത്. അതിന് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, എങ്കിലും മെഷീൻ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇൻ്റർപ്രറ്റർ ആ ഒരു ഹൈ ലെവൽ ഇൻസ്ട്രക്ഷനെ ഇൻ്റർമീഡിയറ്റ് ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, പിന്നീട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. Interpreters are fast as it does not need to go through the compilation stage during which machine instructions are generated. അപ്പോൾ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതിന് കമ്പൈലേഷൻ സ്റ്റേജിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ അതായത് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് കമ്പൈലേഷൻ സ്റ്റേജിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ അത് കമ്പൈൽ ചെയ്ത് വെച്ചിട്ടാണ് പിന്നീടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണെന്ന് പറയാം. Interpreter continuously translates the program until the first error is met. അപ്പോൾ ആ ഒരു എറർ വരുന്ന അല്ലെങ്കിൽ എപ്പോഴാണ് എറർ വരുന്നത് ആ ഒരു ടൈമിന് മുന്നേ വരെ അത് കണ്ടിന്യൂസ്ലി അത് ആ ഒരു അതിൻ്റെ പ്രോസസ് ട്രാൻസ്ലേഷൻ നടത്തും. ഇനി എറർ വരികയാണെങ്കിൽ ആ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും നമുക്ക് ആ എറർ എന്താണെന്നുള്ളത് ഒരു ഹിൻറ്റ് തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഈസിലി അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ ബഗ് എന്താണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യും. ബഗ് മീൻസ് എറർ അല്ല, ആ ബഗ് റിമൂവ് ചെയ്യുന്നതിനാണ് ഡീബഗ്ഗിങ് എന്ന് പറയുക. If an error comes, it stops executing, hence debugging is easy. Examples may include Ruby, Python, PHP, etc. An assembler is a program that converts assembly language to machine code. അപ്പോൾ നമുക്ക് മറ്റൊരു ഫോർമാറ്റാണ് അസംബ്ലി എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, അതിനെ പിന്നീട് അസംബ്ലി ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആ അസംബ്ലി ലാംഗ്വേജിനെ പിന്നീട് നമുക്ക് മെഷീൻ കോഡായിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അസംബ്ലർ എന്ന് പറയുന്നത് ആ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമാണ്. It takes the basic commands. It takes the basic commands and operations and converts them into binary code specific to a type of processor. അപ്പോൾ അസംബ്ലർ നമുക്ക് കമ്പൈലറോ ആയിട്ട് ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിനകത്ത് അസംബ്ലി ലാംഗ്വേജ് ആണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ അതിന് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്കാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. Assemblers produce executable code that's similar to compilers.
അപ്പോൾ കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേപോലുള്ള ആ ഒരു എക്സിക്യൂട്ടബിൾ കോഡാണ് അസംബ്ലറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ആ ഒരു ബേസിക് കമാൻഡ്സും അതിൻ്റെ ഓപ്പറേഷൻസും എടുത്തുകൊണ്ട് അതിനെ ബൈനറി കോഡായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഓരോ പ്രോസസ്സറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില പ്രോസസ്സറിന് ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. However, assemblies are more simplistic since they only convert low-level code assembly language to machine code. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒരു സിമ്പിളാണ്. അതായത് അസംബ്ലി ലാംഗ്വേജിന് മെഷീൻ കോഡായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. സിൻസ് ഈച്ച് അസംബ്ലി ലാംഗ്വേജ് ഈസ് ഡിസൈൻ ഫോർ എ സ്പെസിഫിക് പ്രോസസ്സർ, assembling a program is performed using a simple one-to-one mapping from assembly code to machine code. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സ്പെസിഫിക് പ്രോസസ്സറിന് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഡിസൈൻ നമ്മുടെ പ്രോഗ്രാമിങ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള വൺ-ടു-വൺ മാപ്പിംഗ് ആണ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുക. On the other hand, compilers must convert generic high-level source code into machine code for a specific processor. നമുക്ക് കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ ഒരു ജനറിക് ഹൈ ലെവൽ സോഴ്സ് കോഡിന് മെഷീൻ കോഡായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള കൺവേർഷനാണ് അവിടെ നടക്കുന്നത്. Then a device driver controls a particular type of device that is attached to a computer such as keyboard or mouse. അപ്പോൾ നമുക്കിപ്പം കീബോർഡിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അതിന് വേണ്ടിയിട്ടൊരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ്. അതിനെയാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. The driver program converts the more general input and output instructions of the operating system to messages that the device type can understand. അപ്പോൾ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരിക്കലും മെഷീൻ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ അതിനെ ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആ ഒരു ഡ്രൈവർ പ്രോഗ്രാം എന്ന് പറയുന്നത്. Then high level and low level languages. Both high level language and low level language are the programming language types. High level language and low level language and programming language in different types are. The main difference between high level language and low level language is that programmers can easily understand or interpret or compile the high level language in comparison of machine. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ടും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മെഷീനെ സംബന്ധിച്ചിട്ട് കൂടുതലും ലോ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും അതിന് കൂടുതലും ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. മീൻസ് മെഷീൻ എപ്പോഴും നമുക്ക് ന്യൂമറിക് അല്ലെങ്കിൽ ബൈനറി ഫോർമാറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതലും ഈസി ആയിട്ടുള്ളത് ബൈനറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാമേഴ്സിനെ സംബന്ധിച്ചിട്ട് കൂടുതലും നമുക്ക് ഹൈ ലെവലായിട്ടുള്ള ഇംഗ്ലീഷുമായിട്ട് താരതമ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി വരുന്ന ലാംഗ്വേജസ് ആണ് നമ്മൾ പ്രോഗ്രാമേഴ്സിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കൂടുതൽ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിനെയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. On the other hand, machine can easily understand the low-level language in comparison of human beings. Examples of high-level languages are C, C++, Java, Python, etc. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ മെഷീൻ അത് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ സഹായിക്കുന്നതാണ് കമ്പൈലറും ഇൻറ്റർപ്രറ്ററും അസംബ്ലറും ഒക്കെ. ഇപ്പോൾ കമ്പൈലർ അറ്റ് എ ടൈം തന്നെ അത് കമ്പൈലേഷൻ നടത്തിയിട്ട് അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻറ്റർപ്രറ്റർ ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ഓരോ ഇൻസ്ട്രക്ഷനും അത് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. അസംബ്ലർ ആണെന്നുണ്ടെങ്കിൽ അതിന് അസംബ്ലി ലാംഗ്വേജിന്, അതായത് ഇൻ ബിറ്റ്വീൻ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. മെഷീന് കുറച്ച് ഈസിയാണ്, മനുഷ്യനും അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അതാണ് ആദ്യകാലത്ത് നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം മെഷീൻ റീഡബിൾ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമുകളെ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അസംബ്ലർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Then advantages of high-level languages. High-level language programs are easy to get developed. കൂടുതൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഈസി ടു വിഷ്വലൈസ് ദ ഫങ്ഷൻ ഓഫ് ദ പ്രോഗ്രാം.
ആ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ദ പ്രോഗ്രാമർ മേ നോട്ട് റിമെയിൻ അവെയർ അബൌട്ട് the architecture of the hardware. So people without the hardware knowledge can also do high-level language programming. അതിൻ്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊന്നും പ്രോഗ്രാമർ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രോഗ്രാമറെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിട്ടത് പ്രോഗ്രാംസ് എഴുതാനായിട്ട് പറ്റും വിത്തൗട്ട് നോയിങ് ദ ഹാർഡ്വെയർ നോളജ്. The same high-level language program works on any other computer provided the respective compiler is available for the target new architecture. So high-level languages are portable. നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റുള്ള സിസ്റ്റത്തിലേക്ക് അതിനെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ടും അവിടെ റൺ ചെയ്യാനായിട്ടും പറ്റും. പ്രൊഡക്ടിവിറ്റി അഗൈൻസ്റ്റ് high-level language program is enormously increased. Disadvantages of high-level programs. A high-level language program cannot get executed directly. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ്. കാരണം ഇടയ്ക്കൊരു കൺവേർട്ടർ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് റിക്വയർസ് സം ട്രാൻസ്ലേറ്റർ ടു ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് ടു മെഷീൻ ലാംഗ്വേജ്. There are two types of translators for high-level language programs. They are interpreter and compiler. അപ്പോൾ ആ ഒരു കൺവേർഷന് വേണ്ടി അല്ലെങ്കിൽ ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്റർപ്രറ്ററും കമ്പൈലറും. In case of interpreter, prior execution, each and every line will get translated and then executed. അല്ലേ? അപ്പോൾ ആ ഒരു ഇന്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഒരു ലൈൻ ബൈ ലൈനായിട്ട് ആണ് അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാ ലൈനിനും അല്ലെങ്കിൽ ആ എക്സിക്യൂഷനിൽ നിന്ന് തന്നെ അവർ ഒരു ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. In case of compiler, the whole program will get translated as a whole and will create an executable file. അപ്പോൾ കമ്പൈലർ ആണെങ്കിൽ അറ്റ് എ ടൈം തന്നെ അതിനെ ഫുള്ളി കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഫുള്ളി അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. അല്ലേ? മൊത്തത്തിൽ അതിനെ ആദ്യം തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈനായിട്ടായിരിക്കും ആ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഓരോ കൺവേർഷൻ നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈനായിട്ടുള്ള കൺവേർഷൻ നടത്തിയിട്ടാണ് അത് എക്സിക്യൂഷൻ നടത്തുന്നത്. ഇവിടെയാണെങ്കിൽ കമ്പൈലർ ആണെങ്കിൽ അറ്റ് എ ടൈം തന്നെ ആ കൺവേർഷൻ ഫുള്ളി നടത്തും, പിന്നെയാണ് ആ എക്സിക്യൂട്ടബിൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. And after that, as when required, the executable code will get executed. These translator programs, especially compilers, are huge one and so are quite expensive. Difference between high-level and low-level languages. High-level language, it is programmer-friendly language. Low-level, it is machine-friendly language. പ്രോഗ്രാമറിന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഇംഗ്ലീഷ് റിലേറ്റഡ് ആണ്. അല്ലേ? ഇംഗ്ലീഷുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ കൂടുതലും ബൈനറി ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ അത് മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ലെസ് മെമ്മറി എഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് ഹൈ മെമ്മറി എഫിഷ്യൻറ്റ്. അല്ലേ? ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ ലെസ് ആണ് ഒരു മെമ്മറി എഫിഷ്യൻസി. ഇവിടെയാണെങ്കിൽ ഹൈ ആണ് മെമ്മറി എഫിഷ്യൻസി. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അല്ലേ? ഇംഗ്ലീഷിലായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ദെൻ ഫോർ ലോ ലെവൽ ലാംഗ്വേജ് ഇറ്റ് ഈസ് ടഫ് ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു ഡീബഗ്. അല്ലേ? ബഗ് ഇല്ലാതാക്കാൻ, എറർ ഇല്ലാതാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ആൻഡ് ലോ ലെവൽ ലാംഗ്വേജിലാണെങ്കിൽ കൂടുതലും അത് കോംപ്ലക്സ് ആയിരിക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു മെയിൻറ്റെയിൻ. ഇറ്റ് ഈസ് കോംപ്ലക്സ് ടു മെയിൻറ്റെയിൻ കമ്പാരിറ്റീവ്ലി. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് പോർട്ടബിൾ. അല്ല, ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റുകയും റൺ ചെയ്യുകയൊക്കെ ചെയ്യാം. ലോ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓരോ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് വ്യത്യാസം വരാം. ഇറ്റ് ക്യാൻ റൺ ഓൺ എനി പ്ലാറ്റ്ഫോം. ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. മെഷീൻ ഡിപ്പെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് നീഡ്സ് കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ ഫോർ ട്രാൻസ്ലേഷൻ. ലോ ലെവൽ ലാംഗ്വേജ് മീൻസ് ഇറ്റ്സ് നീഡ്സ് ഓൺലി അസംബ്ലർ ഫോർ ട്രാൻസ്ലേഷൻ. അല്ല, ഹൈ ലെവൽ ലാംഗ്വേജിന് നമുക്ക് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കമ്പൈലറോ ഇന്റർപ്രറ്ററിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ ഇന്റർപ്രറ്ററും കമ്പൈലറും അവിടെ വേണ്ട. പക്ഷേ ആ അസംബ്ലർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. Then high level language is widely used for programming. It is not commonly used nowadays in programming. Low level languages കുറച്ചും കൂടി ടഫ് ആയതുകൊണ്ട് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ അത് എക്സിക്യൂഷൻ ചെയ്യാറുള്ളൂ. ഓക്കെ, നമുക്ക് ബാലൻസ് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.